തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് വൃദ്ധ മരിച്ചതായി ആരോപണം. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുളത്തൂർ സ്വദേശി ഗിരിജാകുമാരിയാണ് മരിച്ചത്. ഡോക്ടർ രക്തപരിശോധനയ്ക്ക് നിർദ്ദേശിച്ചെങ്കിലും സാമ്പിൾ എടുക്കാൻ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും നഴ്സുമാർ തയ്യാറായില്ല എന്ന് ഗിരിജയുടെ മകൻ പറയുന്നു. അതിനിടെ രോഗിയുടെ ബന്ധുവും ആശുപത്രിയിലെ സ്റ്റാഫും തമ്മിലെ ഫോൺ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. ഹലോ, ആരാണ് പറഞ്ഞോളൂ. അതായത് 14 വാർഡിന്നാണേ. 14 വാർഡിൽ ഞാനിപ്പോ ബുക്ക് കൊണ്ടൊന്ന് കാണിച്ചിരുന്നു. 912 ഡ്രോപ്പായി. ഇപ്പൊ ഇവിടെ വാർഡിലോട്ട് വരാൻ പേഷ്യന്റ് ഭയങ്കര വിളിയാണ്. ഞാനിപ്പോ ബുക്ക് ഡോക്ടർ അങ്ങ് വരും. നിങ്ങൾ അവിടെ പോയി നില്ലേ? ഹലോ, പറയും. ഇൻഫോംഡ് ആണ് ഡോക്ടറിന്റെ അടുത്ത് ഇൻഫോംഡ് ആണ്. വരും. ഡോക്ടർ വേറെ പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ? നിങ്ങൾ സമാധാനപ്പെടുകേട്ടാ. നിങ്ങൾ അവിടെ മാത്രമല്ലല്ലോ പേഷ്യന്റ്, വേറെയും ശരിക്കും പേഷ്യന്റ് SIT പലയിടത്തും പേഷ്യന്റ് നോക്കാൻ പോയിക്കല്ലേ ഡോക്ടർ. മനസ്സിലായില്ലേ? എമർജൻസി നിങ്ങളവിടെ മാത്രമല്ല എമർജൻസി, നമുക്ക് വേറെ എല്ലായിടത്തും എമർജൻസി ഉണ്ട്. നിങ്ങളവിടെ ഡോക്ടർ എങ്ങനെ ഉണ്ടല്ലോ, മനസ്സിലായി? 14 ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അത് എന്തായാലും കാണാൻ വരും. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അതിനെ കുറിച്ച്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ ചികിത്സ വൈകിപ്പിച്ചതിനെ തുടർന്ന് വൃദ്ധ മരിച്ചതായാണല്ലോ ബന്ധുക്കൾ പറയുന്നത്. അവർക്ക് അവിടെ നേരിട്ട അനുഭവം എന്താണെന്നാണ് ഈ വൃദ്ധയുടെ ബന്ധുക്കൾ, ഈ മരിച്ച രോഗിയുടെ ബന്ധുക്കൾ പറയുന്നത്? ആ ശബ്ദത്തിന്റെ ആദ്യ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രതികരണമുണ്ട്. വളരെ പെട്ടെന്ന് ക്രൂരമായി പ്രതികരിക്കുന്നത്. ആ രീതിയിലായിരുന്നു അവിടുത്തെ പല ജീവനക്കാരും പെരുമാറിയത് എന്നുള്ളതാണ്. കാരണം ചികിത്സയ്ക്ക് ഉച്ചയ്ക്ക് 2:45 വൃത്തിയുമായി ഇവർ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തുന്നു. ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് തന്നെ അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. 3:07 രോഗി അവിടെ ഇൻപേഷ്യന്റായി അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. തുടർന്ന് ഡോക്ടർ എത്തി പരിശോധന നടത്തുന്നു. ECG പരിശോധനയിൽ ആദ്യം വേരിയേഷൻ കാണിച്ചില്ലെങ്കിലും രണ്ടാമത് വേരിയേഷൻ കാണിച്ചു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അതിലൊരു ആശയക്കുഴപ്പമുണ്ട്. വേരിയേഷൻ കാണിച്ചു എന്ന് ഒറ്റ തവണ മകൻ പറഞ്ഞു. പക്ഷെ പിന്നീട് ബന്ധുക്കൾ കൂടുതൽ സംസാരിച്ചപ്പോൾ ആദ്യം ECG വേരിയേഷൻ ഇല്ല എന്ന് പറഞ്ഞു, രണ്ടാമത് വീണ്ടും വേരിയേഷൻ ഉണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് രക്തപരിശോധനയ്ക്കടക്കം നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. രക്തപരിശോധനയ്ക്ക് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ഈ പറഞ്ഞ രീതിയിൽ രക്തപരിശോധനയ്ക്ക് നിശ്ചയിച്ച രോഗിയെ പിന്നീട് പലവട്ടം ഇവർ ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള നേഴ്സുമാരെടുത്ത് അവിടെ ആശുപത്രിയിലുള്ള നേഴ്സുമാരെ പോയി കാണുന്നു. അവരോട് ഇത് ആവശ്യപ്പെടുന്നു. പക്ഷെ അവരിതിന് തയ്യാറാകുന്നില്ല, രക്തപരിശോധന നടത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് പലവട്ടം ഈ നേഴ്സുമാരെ പോയി കാണുന്ന സമയത്ത് അവരിൽ ഒരാൾ പറയുന്നു, നിങ്ങൾ ACR ലാബിൽ പോയി പറയാൻ പറയുന്നു. അവിടെ നിന്ന് ഇവർ വീണ്ടും ഈ ACR ലാബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടുത്തെ ജീവനക്കാരോട് പറയുമ്പോൾ അവർ പറയുന്നത് വളരെ, നമുക്ക് എന്താണ് അതിന് മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഈ സ്റ്റെപ്പ് കയറി വരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവിടെയുള്ള നഴ്സുമാരോട് സാമ്പിൾ എടുത്തിട്ട് ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് കൊടുത്തു പോകാൻ പറഞ്ഞാൽ മതി എന്നുള്ളൊരു മറുപടിയാണ് ഇവർ നൽകിയതെന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. ഇവർ വീണ്ടും ഇവിടെ വരുന്നു. ലാബിലെ ജീവനക്കാരോ പ്രജിത്ത്? ലാബിലുണ്ടായിരുന്നവരോ? അതെ, ACR ലാബിലെ ജീവനക്കാർ തങ്ങൾക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഒന്ന് സാമ്പിൾ എടുക്കാൻ കഴിയില്ല, അവിടുത്തെ നഴ്സുമാരോട് പറഞ്ഞാൽ മതി, അവർ സാമ്പിൾ എടുത്ത് നൽകുമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഈ ബന്ധുക്കളുടെ ആരോപണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം മോശമായിട്ടുള്ള, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ എന്ന നിലയിൽ എത്രത്തോളം മോശമായിട്ടുള്ള ഉത്തരവാദിത്തമായ സമീപനമാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ. എന്നാലും അതോടൊപ്പം അതിനുശേഷം വീണ്ടും ഇവർ ആശുപത്രിയിൽ എത്തുന്നു. ആശുപത്രിയിൽ ഈ നഴ്സുമാരോട് തന്നെ ആവശ്യപ്പെടുന്നു, പക്ഷെ അവർ ചെയ്യുന്നില്ല. പിന്നീട് കാർഡിയോ വിഭാഗത്തിൽ നിന്നൊരു ഡോക്ടർ വന്നിട്ടാണ് ഈ സാമ്പിൾ എടുക്കാൻ ഈ നഴ്സുമാരോട് നിർദ്ദേശിക്കുന്നതും പിന്നീട് ഈ സാമ്പിളുമായി പരിശോധനയ്ക്ക് പോകുന്നതും 2 മണിയോടെ റിസൾട്ട് വരുന്നത്. 3 മണിയോടെയാണ് ഈ വൃദ്ധയെ ആദ്യമായി ഈ ആശുപത്രിയിൽ എത്തിയത്. അതായത് കഴിഞ്ഞ ഒരു 12 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കണം. തലേ ദിവസം ഉച്ചയ്ക്ക് 3 മണിയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന രോഗിയെ പിറ്റേ ദിവസം 3 മണിക്കാണ് ഈ പറഞ്ഞ രീതിയിൽ ICUവിൽ പ്രവേശിപ്പിക്കുന്നത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. 4 മണി 5 മണി ആകുന്ന സമയത്തോടെ ഇവരുടെ മരണവും സംഭവിച്ചു. ഇതാണ് ഇന്ന് കഴിഞ്ഞ ദിവസം നടന്നതായി ബന്ധുക്കൾ പറയുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യഘട്ടം മുതൽ തന്നെ ബന്ധുക്കൾ പറയുന്നുണ്ട്, ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ വളരെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. സ്ട്രെച്ചറിൽ കിടക്കാൻ തയ്യാറായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവർ എടുക്കുന്നുവെന്ന് ആശുപത്രിയിൽ വച്ച് പറയുന്നുണ്ട്. ഈ സമയത്തും അത്രയും ഇവർ ഈ 14-ാം വാർഡിൽ തുടരുകയാണ്. ഡോക്ടർമാരോടൊപ്പം അല്ലെങ്കിൽ മറ്റുള്ളവരോട് പലതവണ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോഴും ആളെത്തും, അല്ലെങ്കിൽ പരിശോധന നടത്തും, ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നടത്തും, അറിയാൻ ചെയ്യണം, അങ്ങനെയുള്ള വിവിധ തരം പരാമർശങ്ങൾ നടത്തിയതായി ഈ ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഇവരുടെ ആരോപണമാണ് എന്നിരിക്കെ തന്നെ നമ്മളൊരു ഫോൺ സംഭാഷണം കേട്ടല്ലോ പ്രജിത്ത്. ആരോപണത്തിൽ ഉപരി നമ്മളൊരു ഫോൺ സംഭാഷണം കേട്ടല്ലോ. കാരണം ഈ രോഗിയുടെ ബന്ധു, അത് അവരുടെ മകൻ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിളിച്ചിങ്ങനെ ഡോക്ടർ എത്തിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് സമാധാനമായിരിക്കുക ചേട്ടാ, ഇവിടെ വന്നവരെല്ലാം എമർജൻസിക്കാർ തന്നെയാണ്. അത് ശരിയാണ് തീർച്ചയായും. പക്ഷേ ഈ ഒരു മരണത്തിലേക്ക് നയിക്കുന്നതിനും തക്ക രീതിയിലുള്ള ഒരു താമസവും, അല്ലെ ചികിത്സയ്ക്കുള്ളൊരു കാലതാമസം, അല്ലെ രക്തസാമ്പിൾ എടുക്കാനുള്ള കാലതാമസവും ഒക്കെ വരുത്തിയത് ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്.
അതെ, കാരണം അതിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ബന്ധുക്കൾ, പ്രത്യേകിച്ച് മകൻ പ്രധാനമായ ആരോപണം ഉന്നയിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന 2 നേഴ്സുമാർക്കെതിരെയാണ്. ഇവരാണ് ഈ രീതിയിൽ സാമ്പിൾ എടുക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് കഴിയില്ല എന്ന രീതിയിലേക്ക്, ഞങ്ങൾക്ക് സമയമുള്ളപ്പോൾ ചെയ്തോളാം എന്ന രീതിയിലൊക്കെ സംസാരിച്ചതായി ഇയാൾ പറയുന്നത്. അത് മറ്റു ആൾക്കാർ, മറ്റു ഡോക്ടർമാരൊക്കെ ഞങ്ങളോട് നല്ല രീതിയിലായിരുന്നു പെരുമാറിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. പിന്നീട് ഈ ശബ്ദ സന്ദേശത്തിന്റെ കാര്യത്തിൽ 3 മണിയോടെ മറ്റൊരു ബന്ധുവാണ് ഇയാളുമായി ഈ പറഞ്ഞ ഈ ജീവനക്കാരന്റെ പേര് നമുക്കറിയില്ല, ജീവനക്കാരോട് സംസാരിക്കുന്നത്. അതിന്റെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്. 3 മണിയോടെ ആയിട്ടും ആരും വന്നില്ല എന്നുള്ളത് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് നോക്കാൻ. കാരണം ഈ രോഗി വന്ന സമയം തൊട്ട് എനിക്ക് വേദനയുണ്ടെന്ന് പറയുന്നുണ്ടെന്ന് അസ്വസ്ഥത കാണിക്കുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്നിട്ടും 3 മണിയായിട്ടും ഇവർ വിളിക്കുമ്പോഴും ആരും അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ലക്ഷ്മി. ശരി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം കുളത്തൂർ സ്വദേശിനിയായ വൃദ്ധ അവിടെ ചികിത്സയ്ക്ക് എത്തിയതാണ്. പക്ഷേ രക്തസാമ്പിൾ എടുക്കാൻ അത്രയും വൈകിപ്പിച്ചു എന്നൊരു സാഹചര്യമുണ്ടായതിന് പിന്നാലെ മരണം സംഭവിക്കുകയും ചെയ്തു. പ്രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.